നിന്റെ അമ്മായച്ചനോട് എന്ന് പറ. അവനെ കൊണ്ട് സപ്ലൈ ചെയ്യാൻ ഒക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗോപാലകൃഷ്ണ, എന്താ മീര? എന്താ ഇങ്ങനെയൊക്കെ? ആരെങ്കിലും സപ്ലൈ ചെയ്താ പോരെ, ഞാൻ എടുത്തോണ്ട് വരാം. ഓക്കെ. കൊണ്ടുപോയി എല്ലാത്തിന്റെ അണ്ണാക്കിൽ ഒഴിക്ക്. ചായ ഒഴിച്ചു വെച്ചേക്കുന്ന എടുത്തോണ്ട് പോവാൻ. നീ എന്തുവാ നോക്കുന്നത്? ഈ തീയാളുന്നത് നോക്കി നിൽക്കാൻ എന്ത് രസമാണല്ലേ. ആണാ? എങ്കിൽ നോക്കി നിൽക്കണ്ട, എടുത്തങ്ങ് വിഴിയിക്കോ. എനിക്കതിലും ഇഷ്ടം ഈ തീ എന്നെ വിഴുങ്ങുന്നതാ. എന്താ? എല്ലാ വേദനകളും ചാമ്പലാക്കുന്ന ഈ തീയിൽ ലയിച്ച് അതിന്റെ നാളമായി ആവിയായി അങ്ങ് ദൂരെ ആകാശത്തോളം ചെല്ലണം. എന്നിട്ട് ഈ ഭൂമിക്ക് മീതെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളായി അങ്ങനെ ഒഴുകി നടക്കണം. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. റെഡി? മീരയ്ക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ? വണ്ടേ പറയണ കേട്ടോ. 1 2 3 4. കളഞ്ഞില്ലേ കഞ്ഞിങ്കലം? അണ്ണാ ഇവിടെ അണ്ണാ, ഇങ്ങോട്ട് നോക്കണ്ട. ഇതേതാ ഈ കൊരങ്ങച്ചൻ? നീ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങ്. ഇറങ്ങാൻ പറ്റൂല അണ്ണാ. ഇറങ്ങാൻ പറ്റൂലെന്നാ? ഇങ്ങോട്ട് ഇറങ്ങണം. ഡാൻസ് ഒന്ന് റിഹേഴ്സൽ ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഓരോരോ പാര. അത് ചൊടിക്കണ അവന്റെ കാല്. എന്റെ അമ്മോ! എന്റെ ദൈവമേ, ഈ പിച്ചക്കാരെല്ലാവരും കൂടി എവിടേക്ക് പോണേ? പിച്ചക്കാരന്റെ അപ്പൻ പോകാൻ നടക്കണ. ആശാനെ, ഒരാളിപ്പോ ഇങ്ങോട്ട് ഓടിയോ? ഓടി ഓടി. ഗർവാസി സാശാന്റെ കാല് തല്ലി ഓടിച്ചവനല്ലേ? അതെ, നേരെ ഓടിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് പത്രത്തിൽ വന്നു. എന്നാന്ന് വായിച്ചേ, എങ്ങാട്ടാ ഓടിയെന്നറിയാല. എന്താണ് അവിടെ? ആശാനെ, ആശാന്റെ കാല് തല്ലി ഓടിച്ചത് പത്രത്തിൽ കിടക്കണം. ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ. ആ പത്രത്തിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓടാ, പെട്ടെന്ന് പോയി അവനെ പിടിക്കേ. എന്താ പത്രം ഒന്ന് വായിച്ചിട്ട് തന്നെ കാര്യം. എടാ, ഒന്ന് വായിക്കടാ. ഞാൻ കണ്ണാടി എടുത്തില്ല. ആദായ നികുതി ഇളവ്, രാഷ്ട്രീയ രംഗത്ത് വടമതി, ഇത് എവിടെ കിടക്കുന്നു? എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ, എന്താ പെട്ടെന്ന് വായിക്കേ. ആശാന്റെ കാൽ തല്ലി ഓടിച്ചു. ഫോട്ടോയും ഉണ്ടല്ലോ. അയ്യോ, ഇത് ഇവന്മാരെ എപ്പ എടുത്തു? കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാലഹൃദയനായ ആശാൻ